മകന്റെ വേർപാടിൽ മരവിച്ചിരിക്കുകയാണ് കേൾവി സംസാര പരിമിതിയുള്ള ഒരമ്മ. വിജയെ മകന് ജീവനായിരുന്നുവെന്ന് അച്ഛൻ വേദനയോടെ ഓർക്കുന്നു. വേലുച്ചാമിപുരത്തെ ധ്യാനേശ്വരിയുടെയും വിമലിന്റെയും 1.5 വയസ്സുള്ള ദുരു വിഷ്ണുവാണ് ദുരന്തത്തിൽ മരിച്ചത്. எல்லா இடத்துலையும் ஈஸியாக சொல்கிறாங்க, எதுக்கு பையனை கூட்டிகிட்டு போகிறாங்க, இந்த கூட்டத்தில் எது கூட்டிகிட்டு போன்னு எல்லாம் கமெண்டில் சொல்கிறாங்க. ஆனால் இத்தனை வருஷம் ஸ்க்ரீனில் பார்த்து வர ஏதோ தூரமாக நின்று பார்த்துருந்தோம், கண்ணார அவரை பார்த்துருந்தா கூட போகுதுன்ட்டு அப்படி தான் நினைப்பாங்க யாராக இருந்தாலும். என் பையன் இறந்து எல்லாரையுமே அனுப்பிவிட்ருக்கான். என் பையன் என்னோட தங்கவன். വിജയെ ഇഷ്ടമായിരുന്നെന്ന് പറയുന്നത് മകൻ ദുരുവിഷ്ണുവിന് ഏറെ ഇഷ്ടമായിരുന്നെന്ന് പിതാവ് വിമൽ കണ്ണീരോടെ പറയുന്നു. ബഹളത്തിനിടയിൽ മറ്റാരോ കുഞ്ഞിനെ വാങ്ങി. പിന്നെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ. ഒടുവിൽ ജീവനറ്റ നിലയിൽ മകന്റെ മൃതദേഹം കണ്ടെത്തി. என் பையனோட போடிய 1.5 வயசு 1.25 வயசு பையனை தூக்கி கொடுத்துட்டு போயிருக்கேன். ദുരന്തമുണ്ടായ ദിവസം ഓർത്തെടുക്കുകയാണ് ദുരുവിഷ്ണുവിന്റെ പിതൃ സഹോദരി. விஜய் சார் பாட்டு போட்டாலும் அப்படி எந்திரிச்சு ஆடுவாங்க சார். அவன் அப்படி ஆசை வச்சுதான் அவனை நான் தூக்கிட்டு போனேன். தூக்கிட்டு போய் நான் இப்படி வாரி கொடுத்துருப்பேன்னு நினைச்சிருந்தா நான் அவனை தூக்கிட்டே போயிருக்க மாட்டேங்க சார். நாங்க 4 பேர் பொழைச்சிட்டோம், ஆனா அவனை பொழைக்க வைக்க முடியலைங்க സാർ. മകന്റെ മരണം ഉൾക്കൊള്ളാനാകാതെ ധ്യാനേശ്വരി എന്ന അമ്മയും ഇവിടെ ഉള്ളുരുകി നിൽപ്പാണ്. കേൾക്കാനും സംസാരിക്കാനുമാകില്ല. അലയടിക്കുന്ന സങ്കടക്കടലിനെ ശമിപ്പിക്കാൻ കഴിയാതെ ചുറ്റുമുള്ളവരും നിസ്സഹായർ. കരൂരിൽ നിന്ന് രാജീവ് സുദേവിനും അഷ്കർ അലിക്കുമൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.